എമിവാവേ സുന്ദരവാവേ. ഉമ്മ അത് നമ്മളെ ക്യാമറ വെക്കുന്നു. ഉമ്മ നമ്മളെ വീഡിയോ വെക്കുന്നടാ. കുറച്ച് കഴിഞ്ഞാൽ അവനങ്ങ് എടുക്കും. അവൻ ഉറക്കില്ല. ഞാനിപ്പോൾ സമയത്ത് 3:30 ആയില്ലേ? 3:30 ആണോ? 3 മണി. എന്താണ് പഠിപ്പിക്കാൻ? അതിനാ അല്ല ഒരു അറിയാണ്ട് നിൽക്കുകയാണോന്നേ. അപ്പോൾ ഓന് സുന്നത്ത് കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം അല്ലേ? 2ാമത്തെ ദിവസമാണ്. മൊത്തം 5 ദിവസമല്ലേ വേണ്ടി അല്ലേ? 5 ദിവസമാണ് കേട്ടോ റെസ്റ്റ് എടുക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കളിക്കണ്ടേ. 5 ദിവസം ഒന്നുമല്ല, അവന് കുറേ ദിവസം റെസ്റ്റ് എടുക്കും. എന്താ ഓന് പെട്ടെന്ന് എന്തിനാ 5 ദിവസം കൊണ്ട് കൈ നിങ്ങൾ പോവാനുണ്ട് അല്ലേ? ഞങ്ങൾക്കങ്ങ് ടൂറ് പോകാനുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എന്തെങ്കിലും സ്റ്റിക്കർ വെക്കേണ്ടി വരും അല്ലേ? കുറച്ച് പൊന്നിച്ച് പിടിച്ചോ. എന്തെങ്കിലും സ്റ്റിക്കർ വെക്കേണ്ടി വരും അല്ലേ? കോപ്പി റൈറ്റ് അവൻ്റെ സുന്നത്ത് എൻ്റെ അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് വരും അല്ലേ? ചൂട് പൊന്നിച്ച് പിടിക്കും. എന്താടാ നിങ്ങൾ അവനെ കളിയാക്കിയിട്ടാ? ഞാൻ കളിയാക്കിയിട്ടൊന്നുമില്ലേ. എന്നിട്ട് ഞാൻ കളിയാക്കുമോ? എന്താ ഇങ്ങനെ അതൊക്കെ എടുത്തു അല്ല ഇനി ഒങ്ങുന്നില്ല. ഒങ്ങുന്നില്ല. ഇംപ്രഷ് വേറെ ആരും എടുക്കയില്ലല്ലേ? ഉറപ്പ് തന്നെയല്ലേ? ഇതെൻ്റെത് തന്നെയാണ്. മാറിയെടുത്തൊന്നും പോയില്ലല്ലോ. അല്ല ചോദിച്ചതാ, ഇവിടെ ഒരു അലക്ഷ്യമായിട്ട് നമ്മളെ റമീസിൻ്റെ വക വാവക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇത് നല്ല മെറ്റലിൻ്റെ കാറ്. ഇങ്ങനത്തെ കാറ് വേണ്ടി വല്ല റമീസിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, എൻ്റെ അടുത്തുണ്ട്. ഒന്നേ ഇല്ല കേട്ടോ. കല്ലുണ്ടോ? ഉണ്ടോ? അപ്പോൾ എനിക്ക് പിന്നെ ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല കേട്ടോ. എല്ലാം ഉണങ്ങി വരുന്നുണ്ട്. ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമായല്ലോ. 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം. 3 ദിവസം എന്നാവില്ല പറഞ്ഞേ. പിന്നെ ഒരു 5 ദിവസം അല്ലേ? 5 ദിവസം ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അങ്ങനെ അങ്ങ് ഉണങ്ങും. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? നിങ്ങൾ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത സുന്നത്ത് ചെയ്തുള്ള എന്തെങ്കിലും മീൻസ് കുറച്ച് മുമ്പ് മോള് കയറ്റി പിടിക്കണം കുറച്ച് ഉയരത്തിൽ. അപ്പോൾ ഇന്ന് നമ്മൾ റമീസിനെ കൊണ്ടാട്ടെ വീഡിയോ എടുപ്പിക്കുന്നത്. മിന്ന് ഫുള്ള് ഉറക്കില്ല അല്ലേ? അവേ മുങ്ങിപ്പോയോ? അവേ ഭാവിയിൽ ഓനിതെല്ലാം കാണും. പണ്ടെന്നെ സുന്നത്ത് ചെയ്ത വീഡിയോ എല്ലാം നിങ്ങൾ എടുത്തില്ലേ എന്ന് ചോദിക്കൂലേ? ചോദിക്കോ? നല്ല ഉറക്കുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സുന്നത്തിൻ്റെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സുന്നത്ത് അങ്ങനെ എല്ലാവരോടും പറഞ്ഞിക്കൊന്നുമില്ല. കുടുംബക്കാരോട് പോലും മര്യാദയ്ക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. പള്ളി കൂടൽ നല്ലൊരു ഫങ്ഷനായിട്ട് കഴിക്കാം. അതിപ്പോൾ ഒരു 3 വയസ്സൊക്കെ ആവുമ്പോഴാണല്ലോ. അന്നേരം നമുക്ക് അടിപൊളിയായിട്ട് അത് കഴിക്കാം എന്നുള്ളതുകൊണ്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിപ്പം ചെറിയ കുട്ടികളെ ചെയ്യുമ്പോൾ ഒരുപാട് ബേജാറാണ് നമുക്ക്. കുറച്ച് വലുതാകുമ്പോൾ പിന്നെ അവർക്ക് അറിയാമെന്ന് വിചാരിക്കുക. ഇവർക്ക് അറിയില്ലല്ലോ, തട്ടരുത് എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. പക്ഷെ അവർക്ക് വേദന കുറവായിരിക്കും എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ വേദന ആ ഒരു സംഭവം ഫീൽ ചെയ്യില്ല. ഇത് അറിയുമ്പോഴാണല്ലോ. അതായത് ഈ കുട്ടികളെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഓലിക്ക് വേദനിക്കാത്ത എന്തുകൊണ്ടാണ്? ഓലിക്ക് അത് ഇഞ്ചക്ഷനാണ്, അത് കുത്തിയാൽ വേദനിക്കൊന്നും അറിയൂല. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇതൊരു വേദനയുള്ള സംഭവമാണെന്ന് അവൻ അറിയുന്ന സമയം തൊട്ട് ഓൻ എക്സ്ട്രാ വേദനയായിരിക്കും. എല്ലാ മക്കൾക്കും അങ്ങനെ ഒരു സൈക്കോളജി പരമായിട്ടൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഓലിക്ക് വലിയ അത് ഫീലില്ലാത്ത കേട്ടോ. ഓക്കെ. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോകാൻ നിൽക്കുക. അവൻ അവിടെ കിടത്തിയിട്ട് സുബഹിയെ നിൽക്കരിച്ച് പോകണം. അത്താഴമൊക്കെ കഴിച്ച് ഇപ്പം പുലർച്ച 5:30 സമയം കേട്ടോ. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണം ഇന്ന് പുരേ പോയിട്ട്. ആവേ ഉറക്കുണ്ട്, രാത്രി ഉറങ്ങാത്തതുകൊണ്ട്. ബാബു നല്ല വെറൈറ്റി താരാട്ട് പാട്ട് ആർക്കെങ്കിലും അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അത് തന്നെ ചൊല്ലുന്നുണ്ടോ? വെറൈറ്റി
എന്തുണ്ട് പറയല്ല റമീസിനെ അറിയാൻ തോന്നല്ലോ. എനിക്കറിയോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പുരയിലെത്തി കേട്ടോ. പൊലച്ചക്ക് ഫുഡും കഴിച്ച് പിന്നെ ഒന്നും പറയാൻ നേരം കിട്ടിയില്ല, വേഗം പോന്നിക്ക്. അപ്പോൾ എൻ്റെ പിന്നെ ഇപ്പോൾ അത്യാവശ്യം ഉണങ്ങുമൊക്കെ ചെയ്തിക്ക് 3 ദിവസമായല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കമൻ്റൊക്കെ കണ്ട് കാല് പിടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ. പക്ഷേ നമ്മൾ കാല് പിടിച്ചിന് കേട്ടോ. കാരണം ഒരു കാല് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ പ്രശ്നമില്ല, ചിലപ്പോൾ ഇങ്ങനെ കാല് പൊന്തിച്ചിട്ട് സൈഡിലേക്ക് ചരിക്കും. അപ്പം വെറുതെ തട്ടിപ്പോണ്ടാലോ എന്നുള്ളതുകൊണ്ട് നമ്മളൊരു ഓവർ പേടിയുണ്ട്. ശരിക്കും അങ്ങനെ ചെറുങ്ങനെ തൊട്ടാൽ പ്രശ്നമൊന്നും ഇല്ല, എങ്കിലും പിടിച്ചതിന്. പിന്നെ കുറേ ആളിങ്ങനെ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ പാമ്പേഴ്സ് നമ്മൾ ഇട്ടില്ല കേട്ടോ. അതെന്ത് തന്നെ പറഞ്ഞാലും അത് എനിക്കൊരു വിങ്ങൽ പോലെ ആയിരിക്കും. പാമ്പേഴ്സും ഇട്ടിക്കില്ല, നമ്മൾ തുണിയും ഇട്ട് കൊടുത്തില്ല കേട്ടോ, അങ്ങനെ തന്നെ. അപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ ഒക്കെ ശരിക്കും പറയാ വെച്ചാൽ കുറേ എൻ്റെ മുഖത്തയക്കി മേത്തയക്കി പിന്നെ കട്ടിൽമേലും ചുമരുമേലും ഒക്കെ ആവും. നമ്മൾ വാവയല്ലേ, ചെറിയ വാവയല്ലേ, നജസൊന്നും ഇല്ലല്ലോ, പാല് മാത്രം കുടിക്കുന്ന മോനല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ കട്ടുമ്മലും ആടെയുള്ള അവൻ്റെ മൂത്രമാവുമെന്ന് വിചാരിച്ചിട്ട് അവന് പാമ്പേഴ്സോ അല്ലെങ്കിൽ തുണിയെല്ലാം മേത്തിട്ട് കൊടുക്കരുത് കേട്ടോ. ഞാനങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം എന്തിനാ വെറുതെ അവനൊരു എല്ലേ തന്നെ ചെറിയൊരു പെയിനും ഇതെല്ലാം ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചൂടും ഇതെല്ലാം ആകുമ്പോൾ എന്തൊക്കെയോ ആവുമല്ലോ വാവകൾക്ക്. അതുകൊണ്ട് നമ്മളൊന്നും ഇട്ടിയില്ല, അങ്ങനെ ഒന്ന് ഫ്രീ ആക്കി വിട്ടതാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടിപ്പോൾ സമയമെല്ലാം വൈകുന്നേരമായി. ഇന്നലെ തീരെ ഉറങ്ങാത്തതുകൊണ്ട് കിടന്നുറങ്ങി, ഇപ്പോൾ എണീച്ച് ഇനിയിപ്പോൾ കോഴിക്കോട് പോകാൻ ഇറങ്ങിയതാണ്. ഇന്ന് അങ്ങോട്ട് പോകലുണ്ടാവില്ല, കുഴപ്പമില്ല, ഓക്കെ ആണ്. ഇപ്പോൾ 2 ദിവസം 1-2 ദിവസം ഫുള്ളായിട്ട് ആടെ 2-3 ദിവസം ആടെ ഫുള്ള് നിന്നീനു. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് പെൻഡിങ് പണികൾ കാര്യങ്ങളുണ്ട്. പണി നടന്നിക്കില്ല ഒന്നും നടക്കൂല. ഞാൻ പറഞ്ഞില്ല, ലേശം കടവും കാര്യമെല്ലാം ഉണ്ട്, അതെല്ലാം തീർക്കാൻ വേണ്ടിയുള്ള ഓട്ടവും കാര്യത്തിലാണ്. ഇമ്മാസം കൊടുക്കേണ്ട കുറേ പൈസയെല്ലാം ഉണ്ട്. അപ്പോൾ ഓട്ടം നടന്നിക്കില്ലെങ്കിൽ അതും ശരിയാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇന്നൊരു പ്രൊമോഷൻ വർക്ക് കാര്യമെല്ലാം കിട്ടിയിരിക്കുക, അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. നിങ്ങളെ കുടുംബത്തിലുള്ള ആരെയും പുതിയ കടയായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, മോനെ ഈ അംസേനെ വിളിച്ച് എന്തേ ചെറിയൊരു വീഡിയോ ചെയ്യിപ്പിച്ച് എന്തേലും കൊടുത്താൽ മതി. എന്തേലും കൊടുത്താൽ പോരെ കേട്ടോ, ചെറിയ ആവശ്യം വലിയ ആവശ്യമൊന്നുമില്ല. അങ്ങനെയെല്ലാം പറഞ്ഞെന്ന് ഉഷാറാക്കിയിട്ട് നമ്മളെ കടയിലെന്തോ ഒന്ന് തീരും കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ, എന്നാൽ വേറൊന്നുമില്ല, അതേ പറയാനുള്ളൂ. തുടർന്ന് നിങ്ങൾ വീഡിയോ കാര്യങ്ങളെല്ലാം കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അകമഴിഞ്ഞ സപ്പോർട്ട് മാത്രമേ നമുക്കുള്ളൂ. വേറെ ഇപ്പോൾ എന്തെന്ന് ഞങ്ങളെ പുരയിൽ വെച്ച് തക്കരിച്ചാൽ എന്തെങ്കിലും തന്നാൽ അതും ഉണ്ടാവും. അത് തന്നെ ഇത്രയും ദിവസമായിട്ട് ഒരു സബ്സ്ക്രൈബർ നമ്മളെ നോമ്പോർക്കാൻ വിളിച്ചാൽ അത്രയ്ക്ക് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഈ സ്നേഹമെല്ലാം പിന്നെ വെറുതെ പറയായിരിക്കും നിങ്ങൾ, അല്ലെ വിളിച്ച് നിങ്ങൾക്കൊരു നോമ്പോറെല്ലാം കഴിപ്പിച്ചാലെന്താ. നിങ്ങളിങ്ങനെ നിൽക്കുന്ന ഒരു 5-6 ടയറോത്തിലെല്ലാം തിന്നിട്ട് എത്രയായി. ഇനി എന്തായാലും ഞാൻ ബടേരെ നോമ്പോർക്കാൻ പോകുന്ന 20 ആവാനായി, ഇനിയും വെയിറ്റ് ചെയ്യാനാകുകയല്ല. മോൻ്റെ സുന്നത്തും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കവറും പുറത്തൊന്നും പോയിക്കില്ല. 15 രാവിൻ്റെ സമയത്തേനും മോൻ്റെ പിന്നെ ഈ സുന്നത്ത് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ 15 രാവിന് പോകണമെന്ന് വിചാരിച്ചിരുന്നു, നടന്നില്ല. പഠിച്ചവനറിയാലോ, ഉമ്മാക്കും ഉപ്പാക്കും ഒലിക്കും അറിയാലോ. ഉമ്മ അത്രയും ആഗ്രഹിച്ചതിന് എൻ്റെ മോനെ കാണുക. ഇപ്പോൾ ഉമ്മാനെ ഭയങ്കര മിസ്സിങ് ആട്ടോ. മോനെ കൊണ്ട് ഉമ്മാൻ്റെ അടുത്ത് പോകണം, മോൻ കുറച്ചൊന്ന് വലുതായിട്ട്, എന്നിട്ട് ഉമ്മ കാണിച്ചു കൊടുക്കണം മോനെ കൊണ്ടുപോയിട്ട്. കേലപ്പള്ളി ഇൻഷാ അല്ലാഹ്, കേലപ്പള്ളിയിൽ തുറയേണ്ടതെന്ന് എനിക്ക് അന്നേക്ക് പോയി പിടിച്ചാലോ നാട്ടിലേക്ക്. ആലോചന ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചങ്ങായി വരുന്നുണ്ട്, ഞാൻ ഒരു ഡെപ്പരം കോഴിക്കോട് പോവാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.